ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലോട്ട് ക്ഷണിക്കപ്പെടാത്ത രണ്ട് അതിഥികൾ വരുന്നു. ഒന്ന് ജീവനും ഒന്ന് വേറെ ആരോയും, സൂഫി സംതിങ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ശേഷം ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ഒരു സീരിയലിന്റെ പ്രൊമോഷനായിട്ടാണ് രണ്ടാളും ബിഗ് ബോസ് ഹൗസിലോട്ടേക്ക് വന്നത്. അതിനുശേഷം അനുമോളുടെ മുഖം മാറി. അനുമോളിന് ഒരു ചിരിയില്ല, കളിയില്ല, മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആണ്. അവർ പോകാൻ നേരത്തെ എല്ലാവർക്കും ഷെയ്ക്കാൻ കൊടുത്തപ്പോൾ കൈ കൊടുക്കാണ്ടിരിക്കാൻ അനുമോൾ മാറിപ്പോകുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അവൻ കൈയൊക്കെ കൊടുത്ത്, അത് കൈ കൊടുക്കുമ്പോഴും കൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ ഒരു പിടിച്ച് വലിച്ച് അങ്ങനെയാണ് കൈ കൊടുത്ത് പോയത്. അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിലോട്ടേക്ക് പോയിട്ട് അനുമോൾ പറഞ്ഞ കാര്യം തീരെ ക്ലിയർ ഇല്ലാതെ എല്ലാവരും കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അവിടെ കൊടുത്തേക്കുന്ന എൻ്റെ ജീവിതം നശിപ്പിച്ച ആളാണ്, എനിക്കിനി കാണാൻ താല്പര്യമില്ല, ഞാൻ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് അവിടെ അനുമോൾ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ ഒരു വീഡിയോയില് അനുമോളുടെ ഫ്രണ്ടാണ് ഷിയാസ് കരീം എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്റ്റാർ മാജിക്കിലെ ഷോയില് അവർ രണ്ടുപേരും നല്ല കമ്പനിയാണ്. അപ്പൊ ഇൻസ്റ്റയിലിട്ട ഒരു വീഡിയോയില് എക്സ് ബോയ് ഫ്രണ്ടിനെ കണ്ടപ്പോൾ അനുമോളുടെ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോന് താഴെ ഷിയാസ് കരീം കമന്റ് ഇട്ടിട്ടുണ്ട്. ബോയ് ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ, എക്സ് ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്ന് എനിക്കറിയില്ല, ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ എന്തുകൊണ്ട് അനുമോള് കൈ കൊടുക്കാൻ മടിച്ചു, എന്തുകൊണ്ട് കൈ കൊടുക്കാതെ പോയി? പോയ പ്ലാച്ചി തിരിച്ചു വന്നപ്പോൾ അനുമോളുടെ സന്തോഷം നമ്മൾ കണ്ടതാണ്. കഴിച്ചോടാ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെയുള്ള ഒരാൾ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ എന്തുകൊണ്ട് അവർ വന്നതിന് ശേഷം അവരുടെ മുഖം മാറി എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള മൊത്തത്തിലുള്ള ചർച്ച എന്ന് പറയുന്നത്. അവരെ പഴയ വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ, വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പഴയ ഇന്റർവ്യൂവിന്റെ സാധനങ്ങളും. അതിനകത്തുള്ള കമന്റ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, ഇവർ കല്യാണം കഴിച്ചതാണ്, അവൻ കല്യാണം കഴിച്ചതാണ്, എന്നിട്ട് ഇവളുടെ കൂടെ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റ് വരും. പക്ഷെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള രീതിയിൽ ഇതുവരെ ആരും ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ കൂടെ ഉള്ള ഒരു കോമഡി എന്താന്ന് വെച്ചാൽ, ഈ ചർച്ചയുടെ ഇടയിൽ നമ്മളെ തങ്കൻ ചേട്ടനെയും കൂടെ എല്ലാവരും വലിച്ചഴിച്ചേക്കാണ്. നമ്മൾ സ്റ്റാർ മാജിക് കാണുന്നവർക്കറിയാം, തങ്കൻ ചേട്ടനും അനുമോളും കൂടെ അവരൊരു കോംബോ പോലെയാണ്. അതിനകത്ത് എല്ലാവരും പറയലും കളിയാക്കലൊക്കെ, തങ്കൻ ചേട്ടൻ അനുമോളെ കല്യാണം കഴിക്കും, അങ്ങനെ ഒരു തമാശ. സ്റ്റാർ മാജിക് കാണുന്ന എല്ലാവർക്കും അറിയാം എന്താണ് അവർ പറയുന്നത്, എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത്. അതിന്റെ ഇടയിൽ ഈ വീഡിയോസിന്റെ കടയിൽ വരുന്ന വേറെ കമന്റാണ്, തങ്കൻ ചേട്ടനെ അനുമോള് തേച്ചു, അനുമോള് തങ്കൻ ചേട്ടൻ തേച്ചു. ആ തങ്കൻ ചേട്ടൻ അനുമോൾ എന്തിനു പറ്റിച്ചു, അതൊരു പാവം മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കോമഡിയാണ് ഇവിടെ ആൾക്കാർ പറയുന്നതെന്നാണ് വേറൊരു കാര്യം. പക്ഷേ ജീവന്റെ കാര്യം എന്താണ്, അനുമോളും ജീവനും തമ്മിൽ കുറെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ അവർ നല്ല, അതായത് അവർ ഒരുമിച്ച് ഏതോ ഒരു സീരിയലിൽ എന്തെങ്കിലും സെറ്റിലോ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യം എന്താണെന്ന് നമുക്ക് അറിയില്ല. പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നല്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെപ്പറ്റി അധികം ഒന്നും പറയാനൊന്നും ഇല്ല. അപ്പം അത്രേ ഉള്ളൂ.